കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്വദേശ് മെഗാ ക്വിസിൻ്റെ LP തല വീഡിയോയാണ് ഇടുന്നത്. ഗാന്ധിയും നെഹ്റുവും, സ്വാതന്ത്ര്യ സമര ചരിത്രം, ആനുകാലികം എന്നിവയാണ് ഈ LPക്കാർക്ക് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പരീക്ഷ 6-ാം തീയതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എല്ലാവർക്കും പഠിച്ചൊരുങ്ങാൻ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചൊരുങ്ങി പരീക്ഷ എഴുതുക. സ്വാതന്ത്ര്യ സമര ചരിത്രവും ആനുകാലികവും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഗാന്ധിജിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഗാന്ധി ഭാരതം എന്ന കൃതി രചിച്ചത് ആര്? പാല നാരായണൻ നായർ. നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ്. ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേരുകൂടി ഗാന്ധിജി നൽകിയത്? ബർദോളി സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ 2 നാടകങ്ങൾ ഏതെല്ലാമായിരുന്നു? ഹരിശ്ചന്ദ്ര, ശ്രാവണകുമാരൻ. തന്റെ ദർശനങ്ങളെപ്പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥം ഏത്? ഹിന്ദു സ്വരാജ്. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? നവജീവൻ ട്രസ്റ്റ്. ഗാന്ധിജിയെക്കുറിച്ചുള്ള ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ശ്യാം ബെനഗൽ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി വിവാഹം കഴിച്ചത് എപ്പോഴാണ്? 1883 തന്റെ 14-ാം വയസ്സിൽ. സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം? ഭഗവത്ഗീത. ദക്ഷിണാഫ്രിക്കയിലെ ഡർബണിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ചപ്പതിപ്പിന്റെ പേരെന്തായിരുന്നു? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു? വാർധയിൽ. ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്ന് മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ഏതായിരുന്നു ആ ഗ്രാമം? നൗഖാലി. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി ആരാണ്? കെ രാമകൃഷ്ണ പിള്ള. ഇദ്ദേഹം സ്വദേശാഭിമാനി പത്രാധിപരായിരുന്നു. ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അനുശോചിച്ചതെങ്ങനെയാണ്? ഐക്യരാഷ്ട്രസഭ അതിന്റെ പതാക പകുതി താഴ്ത്തിക്കെട്ടി ദുഃഖം പ്രകടിപ്പിച്ചു. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? രാജ്ഘട്ടിൽ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. നെഹ്റു 13-ാം വയസ്സിൽ അംഗമായ സംഘടന ഏതാണ്? തിയോസഫിക്കൽ സൊസൈറ്റി. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന്റെ വിദേശ നയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചേരിചേരാ നയം. ഇന്ദിരയ്ക്ക് നെഹ്റു എഴുതിയ കത്തുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചതിന്റെ പേരെന്ത്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. നെഹ്റു
ബാരിസ്റ്റർ ബിരുദം നേടിയത് എവിടെ നിന്ന്? ലണ്ടൻ. ബ്രസൽസിൽ നടന്ന ഏത് സമ്മേളനത്തിലാണ് നെഹ്റു കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത്? മർദ്ദിത ജനങ്ങളുടെ ലോക സമ്മേളനത്തിൽ. നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേര് എന്താണ്? ചാച്ചാജി. ക്രിപ്സ് മിഷനുമായി ഭരണപരിഷ്കാര ചർച്ച നടന്ന വർഷം? 1942. നെഹ്റുവിന് ഏതു വർഷമാണ് ഭാരതരത്നം ലഭിച്ചത്? 1955. ഗാന്ധി എന്ന സിനിമയിൽ നെഹ്റുവിൻ്റെ വേഷം ചെയ്തത് ആരാണ്? റോഷൻ സേത്ത്. നെഹ്റു ദേശീയ ബാലഭവൻ സ്ഥാപിച്ചത് എപ്പോൾ? 1956. പാകിസ്ഥാൻ ഭരണാധികാരി അയൂബ് ഖാനുമായി നെഹ്റു സിന്ധു നദീജല കരാർ ഒപ്പുവച്ചതെന്ന്? 1960. ഇന്ത്യയുടെ രത്നമെന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം? മണിപ്പൂർ. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന് പേര് നൽകിയത് ആര്? ജവഹർലാൽ നെഹ്റു. അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. കോൺഗ്രസ് പ്രസിഡന്റ് പദം അലങ്കരിച്ച ആദ്യ അച്ഛനും മകനും ആരാണ്? മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും. തരംഗ് ശക്തി 2024 എന്ന അന്താരാഷ്ട്ര വ്യോമാഭ്യാസത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഇന്ത്യ. അയോധ്യയിലെ ശ്രീരാമന്റെ സ്റ്റാമ്പ് ഉൾപ്പെടുന്ന പ്രത്യേക സ്റ്റാമ്പ് സെറ്റ് അടുത്തിടെ പുറത്തിറക്കിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ലാവോസ്. അടുത്തിടെ പാരീസിൽ വെങ്കലത്തോടെ ഷൂട്ടിങ്ങിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? മനു ബക്കർ. അടുത്തിടെ പുരാവസ്തുക്കളുടെ അനധികൃത കടത്ത് തടയുന്നതിനായി ഏത് രാജ്യവുമായാണ് ഇന്ത്യ സാംസ്കാരിക സ്വത്ത് കരാർ ഒപ്പുവച്ചത്? USA. ചാറ്റ് GPT ഉപയോഗിച്ചുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയ രാജ്യം? ചൈന. പുരപ്പുറ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയിൽ 3-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം? കേരളം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്വിസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ശരി ഉത്തരം രാഷ്ട്രപിതാവ് എന്നാണ്. ഉത്തരം എഴുതിയിരിക്കുന്നവരാരൊക്കെയാണെന്ന് നോക്കാം. ദേവനന്ദ, ഫർഹ, ആനി നീല, ദിൽനാഥ് ഷേ, അൻലയ, അർച്ചു, ഷിമ ശൈലേഷ്, ആരാധ്യ, രാരോൺ രാജ് ആർ, നിഷു കുമാർ, ഹരിപ്രിയ SG, സമീറ, ഇഷ, വേദിക V. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. തുടർന്നും വീഡിയോസ് കാണുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? ഉത്തരമറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ.